ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യൂത്ത് ഗൈഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അച്ഛനോടൊപ്പം കൈപിടിച്ച് നടന്ന യാത്രകൾ ആർക്കാണ് മറക്കാൻ കഴിയുക? അമ്മയുടെ നെഞ്ചിൽ ചാരിയിരുന്ന് അറിഞ്ഞ ആ സ്നേഹത്തിൻ്റെ തീഷ്ണത എങ്ങനെയാണ് മറക്കാൻ കഴിയുക? ഇന്നത്തെ യുവതലമുറ, മുതിർന്ന തലമുറയോടുള്ള സമീപനം അതെത്രമാത്രം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. നമ്മോട് സംസാരിക്കുന്നതിനായി പ്രശസ്ത കൗൺസിലറും പ്രാസംഗികയുമായ ശ്രീമതി ഗ്രേസ് ലാൽ നമ്മോടൊപ്പമുണ്ട്. മാഡത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാഡം, ഇന്നത്തെ യുവതലമുറയ്ക്ക് മുതിർന്നവരോടുള്ള സമീപനം, പ്രത്യേകിച്ചും മാതാപിതാക്കളോടുള്ള സമീപനത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കാണുന്നുണ്ട്. ഏത് കാലഘട്ടത്തിലും മുതിർന്ന തലമുറയും ചെറിയ തലമുറയും തമ്മിലുള്ള ക്ലാഷസ് ഉണ്ടായിട്ടുണ്ട്. പണ്ട് എന്നത്തെ തലമുറയെക്കുറിച്ച് നമുക്ക് അത്രയും പരാതി ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കുടുംബത്തിൽ മുതിർന്ന ഒരു തലമുറ മാതാപിതാക്കൾ മാത്രമായിരുന്നില്ല. വല്യപ്പൻ, വല്യമ്മ, ചിറ്റപ്പന്മാർ, ആൻറ്റിമാർ, അങ്ങനെ മുതിർന്ന തലമുറ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വരുമ്പോൾ അപ്പനും അമ്മയും മാത്രമായിട്ടാണ് വരുന്നത്. വല്യപ്പൻ, വല്യമ്മ ആ ഒരു കൾച്ചർ പോലും നമ്മുടെ ഒത്തിരിയേറെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഈ ക്ലാഷസ് ഈ മാതാപിതാക്കളും മക്കളും തമ്മിൽ മാത്രമായിട്ട് ഇപ്പോഴത്തെ തലമുറയിൽ ഒതുങ്ങുന്നതെന്ന് നമുക്ക് തോന്നുന്നത്. പിന്നെ പണ്ട് 5-6 പിള്ളേർ അവരുടെ എഡ്യൂക്കേഷനേക്കാൾ കൂടുതൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്ന അപ്പൻ്റെ അമ്മയുടെ കൂടെ താമസിച്ച് വീട്ടിലെ കാര്യങ്ങൾ നോക്കി കുട്ടികൾ പ്രാപ്തരായി പോവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ മാതാപിതാക്കളുടെ കൂടെ വയലിൽ പോവുക, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കൂടെ പറമ്പിൽ പണി ചെയ്യാൻ സഹായിക്കുക, ഹൃദയബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പനോടൊപ്പം പഠിക്കുന്ന മകനാണെങ്കിലും അവനും അപ്പനോടൊപ്പം കൊയ്യാൻ പോകുന്നിടത്ത് പാടത്ത് സഹായിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നെല്ല് പുഴുങ്ങി ഉണങ്ങാൻ സഹായിക്കുന്ന മകള്, അങ്ങനെ കുറച്ച് ബന്ധങ്ങൾ മുതിർന്ന തലമുറയുമായിട്ടുണ്ടായിരുന്നു. മുതിർന്ന തലമുറ മറ്റ് കൊച്ചുമക്കളെ ഒരുക്കിയിരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ അപ്പനും അമ്മയും 2 മക്കൾ അല്ലെങ്കിൽ 3 മക്കൾ അവർ പഠിക്കാനായി ചെറുപ്പം മുതൽ തന്നെ ഹോസ്റ്റലുകളിലോ ബോർഡിങ്ങുകളിലോ ഒക്കെ ആയിട്ട് അങ്ങ് മാറ്റപ്പെടുക. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ നല്ല സ്കൂളുകൾ നോക്കി ഇപ്പോൾ ഏർക്കാടോ അല്ലെങ്കിൽ കൊടൈക്കനാലിലോ അല്ലെ ഊട്ടിയിലോ ആക്കുന്ന ഒരു സംസ്കാരം ഒരു അല്പ സാമ്പത്തിക ഭദ്രതയുള്ളവരുടെ ഇടയിൽ. അല്ലാത്തവരുടെ ഇടയിലാണെങ്കിൽ തന്നെയും പഠിക്കാനായി ടൗണിലേക്ക് ചേക്കേറുന്നു, ഫ്ലാറ്റ് എടുക്കുന്നു, പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് അവർ മാറുന്നു. അപ്പോൾ അപ്പനും അമ്മയും വീട്ടിലും പിന്നെ മക്കൾ വേറെ ഓരോ സ്ഥലത്തും ആകുക. അപ്പോൾ വല്ലപ്പോഴും മക്കൾ വീട്ടിലേക്ക് മാതാപിതാക്കളെ കാണാൻ വരുന്ന ഒരു സംസ്കാരമാണ്. ആണ്ടിലൊന്ന് വരുന്നത്, 2 വർഷം കൂടുമ്പം വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവരുടെ ബന്ധങ്ങളിൽ ഒത്തിരിയേറെ വിള്ളലുകൾ വരുന്നുണ്ട്. തുറന്നുള്ള സംസാരം അതധികം ഇല്ല. കമ്മ്യൂണിക്കേഷൻ ഫോണിൽ കൂടെ. പണ്ട് എഴുത്തുകൾ അയക്കുമായിരുന്നു. ഒരിക്കൽ ഒരമ്മ എന്നെ കാണാൻ വന്നപ്പം ഞാൻ വെറുതെ തമാശനെന്ന് ചോദിച്ചു, അമ്മച്ചിയെ മക്കളുടെ എഴുത്തൊക്കെ വരുന്നുണ്ടോ? ഈ അമ്മച്ചി സ്ഥിരം എന്നെ കാണാൻ വരുന്ന അമ്മച്ചിയാണ്. അമ്മച്ചി കാണാൻ വരുന്നതെന്ന് പറഞ്ഞാൽ മാസത്തിലൊന്ന് എന്നെ കാണാൻ വരും. അമ്മച്ചി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, മക്കളൊക്കെ വെളിയിലാണ്. അമ്മച്ചി പറമ്പിൽ അമ്മച്ചിയുടെ തൊടിയിലുണ്ടായിരിക്കുന്ന മാങ്ങായോ പേരയ്ക്കായോ അല്ലെങ്കിൽ ചാമ്പങ്ങ, എനിക്കിപ്പോൾ റംബുട്ടാനാണ് 2-3 പൊതിഞ്ഞിട്ട് പത്രക്കടലാസിൽ പൊതിഞ്ഞ് കെട്ടി എന്നെ കാണാൻ വരും. വരുന്ന എൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് ഒന്ന് ചിരിച്ച് സന്തോഷിച്ച് പോവുക. പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മച്ചി പിള്ളേരുടെ എഴുത്തൊക്കെ വരുന്നുണ്ടോ? അപ്പോൾ എന്നോട് അമ്മച്ചി ചൂടായിച്ചിട്ട് ചോദിച്ചു, നീ എവിടുത്തുകാരെത്തിയ? ഇപ്പോൾ എഴുത്തില്ലടി, ഇപ്പം എല്ലാം ഇമെയിലല്ലേ ഓടി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അമ്മച്ചിക്ക് ഇമെയിൽ വരുമോ? അപ്പം എന്നോട് പറഞ്ഞു, എടി അങ്ങനെയൊന്നും അല്ല. പണ്ട് എൻ്റെ മൂത്ത മകന് ഡൽഹിയിലായിരുന്നു, നേഴ്സിനെ കെട്ടി അമേരിക്കയ്ക്ക് പോയി. അപ്പോൾ ഈ നേഴ്സിനെ കെട്ടുന്നതിന് മുമ്പ് അവൻ എനിക്ക് എഴുത്തുകൾ എഴുതുമ്പോൾ അയലക്കത്തെ കാര്യവും കറമ്പി പശുവിൻ്റെ കാര്യവും ചക്കപ്പഴത്തിൻ്റെ കാര്യവും പള്ളിയിലെ കാര്യവും ഇടവക്കാരുടെ കാര്യവും എല്ലാം ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ അവൻ വിളിക്കും, നീണ്ട ബെല്ല് കേൾക്കുമ്പോഴേ എനിക്കറിയാം ഇത് വെളിയിൽ നിന്നുള്ളതാണ്. അപ്പോൾ അവൻ ആദ്യം പറയുന്നതിനെത്ര, ഇത് ISD അമ്മേ, സമയം പൊയ്ക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് പറ അമ്മയ്ക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാനൊരു പണി കണ്ടുപിടിച്ചു. ഈ നീണ്ട ബെല്ല് കേട്ട ഉടനെ ഞാൻ പറയും, കറിയാച്ചനല്ലയോടാ, ഇവിടെ എനിക്കൊരു സുഖം തന്നെ, നിനക്ക് സുഖമെന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്ന് ഞാനങ്ങ് വെക്കും. ആ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞപ്പോൾ അമ്മച്ചനോട് പറഞ്ഞു, സംസാരങ്ങൾ വളരെ കുറഞ്ഞു മക്കളുമായിട്ടുള്ള. അപ്പോൾ ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൈസ പോകും, പെട്ടെന്ന് പറ.
അതാണ് അവരും സംസാരിക്കുന്നത്. ബന്ധങ്ങൾ വളരെയേറെ വികലമാക്കപ്പെടുന്നുണ്ട്. അപ്പനും അമ്മയും നാട്ടിൽ ഒറ്റപ്പെടുന്നു, മക്കള് വെളിയിലാകുന്നു, പഠിക്കാൻ വേണ്ടി ജോലിക്ക് വേണ്ടി മക്കൾക്ക് പോകാതിരിക്കാൻ തരയില്ല. അത് പറഞ്ഞപ്പോഴാണ് നമുക്കൊരു കത്തുണ്ട്. ഞാൻ 70 വയസ്സുള്ള ഒരമ്മയാണ്. ഭർത്താവ് നേരത്തെ മരിച്ചുപോയി. 4 മക്കൾ. അവർ വിദേശത്താണ്. നല്ല നിലയിൽ കഴിയുന്നു. കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾ വരുന്നതും കാത്ത് ഒറ്റയ്ക്ക് വലിയൊരു വീട്ടിൽ ഞാൻ ജീവിക്കുന്നു. ഏതെങ്കിലും വൃദ്ധമന്ദിരത്തിൽ താമസിക്കുന്നതാണ് സേഫ് എന്ന് മക്കൾ ഉപദേശിക്കുമ്പോൾ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എന്നെപ്പോലെ വേദനിക്കുന്ന അമ്മമാർക്ക് ഒരു നല്ല ഉപദേശം പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് തന്നെയാണ് ഈ എഴുത്ത് വിവരിച്ചു കൊണ്ടുവന്നത്. നമ്മ പറയുന്ന മക്കളെ ഭർത്താവില്ല, ഭർത്താവ് മരിച്ച ശേഷം മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അവർക്ക് നല്ല ജോലിയായി. അവർ വിദേശത്താണ്. അവർ വലിയ വീടും വെച്ചിട്ടുണ്ട്. മക്കൾ വലിയ വീടും വലിയ സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഒറ്റയ്ക്കാണ്. ചിലപ്പോൾ വന്നു പോകുന്ന വേലക്കാരോ കൂടെ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടാകും. അപ്പോൾ അമ്മ സേഫ് അല്ല എന്ന് മക്കൾക്കറിയാം. കാരണം കള്ളന്മാർ വരാം, എല്ലാം കുത്തി തുറന്നെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അമ്മയെ വൃദ്ധമന്ദിരത്തിലാക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് തഴയുക എന്നായിരിക്കില്ല അവരുദ്ദേശിക്കുന്നത്. അമ്മ കുറച്ച് സേഫായിട്ട് ജീവിക്കട്ടെ, വേറെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് ഈ വീടിനോട് അല്ലെങ്കിൽ ഈ സ്ഥലത്തോട് ഈ മണ്ണിനോട് കുറച്ച് അറ്റാച്ച്മെൻറ്റ് കാണും. ഹസ്ബൻഡുമായിട്ട് ജീവിച്ച നല്ല നാളുകളുടെ ഓർമ്മകൾ കാണും. മക്കൾ പിച്ച വെച്ച് നടന്ന മണ്ണ് അത് കാണുമ്പോൾ ചിലപ്പോൾ ചില നല്ല ഓർമ്മകൾ വരും. അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ആ കട്ടിൽ ഉപേക്ഷിച്ച് പോകാൻ, ഹസ്ബൻഡുമായിട്ട് ജീവിച്ച നാളുകളിൽ ജീവിച്ച കട്ടിൽ ഉപേക്ഷിച്ച് പോകാൻ, ആ മുറി ഉപേക്ഷിച്ച് പോകാൻ, അല്ലെങ്കിൽ അവിടെയൊക്കെ ഉപേക്ഷിച്ച് പോകാനായിട്ട് അമ്മയ്ക്ക് വലിയ പാടാണ്. ഈ മക്കളൊരു പക്ഷേ പുറത്ത് കൊണ്ടുപോകാനായിട്ട് നോക്കുന്നുണ്ടാവും. അവിടെ ചെല്ലുമ്പോഴും മക്കൾക്ക് നേരെയില്ല. അവർ ജോലിയുടെ തിരക്കിലാണ്. ജോലി വേണം താനും അവർക്ക് ജീവിക്കണമെങ്കിൽ. അപ്പോൾ ഇതുപോലെയുള്ള അമ്മമാരുടെ എണ്ണം കേരളത്തിൽ പെരുകുക. ഇപ്പോൾ വൃദ്ധമന്ദിരങ്ങളുടെ എണ്ണവും പെരുകുകയാണ്. കേരളത്തിൽ ഏതാണ്ട് കണക്കനുസരിച്ച് 512 വൃദ്ധമന്ദിരങ്ങളാണ്, നിറയെ അന്തേവാസികളാണ്. അപ്പം ഇവിടെയെല്ലാം തന്നെ മക്കൾ നല്ല നിലയിൽ ജീവിക്കുന്നവരുടെ മാതാപിതാക്കൾ, അല്ലാതെ ഒന്നും ഇല്ലാത്തവർ, അനാഥാലയങ്ങൾ അങ്ങനത്തെ മാത്രമല്ലത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ പണത്തോടുള്ള ആർത്തിയില്ലേ, സമ്പത്തിനോടുള്ള ആർത്തിയുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ ഏറ്റവും നല്ലത് വരുമ്പോൾ, ഏറ്റവും നല്ല നിലയിൽ വരുമ്പോൾ നമ്മളുടെ കമ്മിറ്റ്മെൻറ്റ്സ് കൂടുകയാണ്, ജോലിയുടെ തിരക്ക് കൂടുകയാണ്. അപ്പം അമ്മയ്ക്ക് വേണ്ടിയോ അപ്പന് വേണ്ടിയോ സമയം സ്പെൻഡ് ചെയ്യാൻ ഉണ്ടാവുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. പക്ഷെ ഞാൻ മക്കളോട് ഉപദേശിക്കാറുള്ളത്, ആരെങ്കിലും ഒരാൾ മാറി മാറിയെങ്കിലും ഈ അമ്മയ്ക്ക് വേണ്ടി കുറച്ച് നാളത്തേക്കെങ്കിലും, ഇത്രയും പ്രായമായി, ഇനി ഇവരേതായാലും അധികം നാളൊന്നും ജീവിച്ചിട്ടുണ്ടാവില്ല. മക്കളുടെ ആറ്റിറ്റ്യൂഡ് വലിയൊരു വിഷയമാണ്. വിദേശത്തുള്ള പല മക്കളും പറയുന്നത് തൻ്റെ അത്രയും ബോധമില്ല, ഇവിടെ വന്നു നിന്നാൽ അമ്മ എങ്ങനെ ജീവിക്കാനാണ്. അതായത് മക്കളെ ഇത്രയും വളർത്തി വലുതാക്കി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു കഴിയുമ്പോൾ ഇവർ വേണ്ടാതാവുകയാണ്. ഇവർക്ക് ബോധമില്ല, സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞാൽ അവരോട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, വീട്ടിലെങ്ങനെ പെരുമാറണമെന്ന് അറിഞ്ഞുകൂടാ. ആ ഒരു അത് വാർദ്ധക്യത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അതെ, വാർദ്ധക്യത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. മറവി ഉണ്ടാകും. പഴയ കാലത്തത് മറന്നുപോകും. ചിലർ പഴയ കാലത്തെ മാത്രമേ ഓർക്കത്തുള്ളൂ, പുതിയ കാലത്തേത് മറന്നുപോകും. ഒരു സാധനം വെച്ചത് എവിടാന്ന് മറന്നു. ചിലപ്പോൾ അൾഷിമേഴ്സ് പോലെയുള്ള രോഗമുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അവരെ കുളിപ്പിച്ചത് മറന്നു പോകും. ഭക്ഷണം കൊടുത്തു, ഇവൾ എനിക്ക് ഭക്ഷണം ഇന്ന് തന്നിട്ടില്ല, അല്ലെ ഞാൻ വെച്ചിരുന്ന പൈസ ഇവൾ കട്ടെടുത്തു, ഇങ്ങനെ ആരോപണങ്ങൾ ഉണ്ടാക്കും. അതവരുടെ പ്രായത്തിൻ്റെ അസുഖത്തിൻ്റെ അത് മനസ്സിലാക്കാൻ മക്കൾക്ക് സാധിക്കണം. നാളെ നമ്മൾ ഈ ഒരു അവസ്ഥയിലാവത്തില്ലേ? ഇവർക്ക് വേണ്ടത് സ്നേഹമാണ്, കരുണയാണ്. ഇതിനകത്ത് ഞാൻ പറയുന്ന ചെറുപ്പം മുതലേ ഉണ്ടല്ലോ, നമ്മൾ ഈ മുതിർന്ന തലമുറയുമായിട്ടുള്ള ബന്ധങ്ങൾ കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കണം. ഗ്രാൻഡ് പേരൻസുമായിട്ട് അവരുടെ കൂടെ ഉറങ്ങാൻ, അവരുടെ കഥകൾ കേൾക്കാൻ. എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് പേരൻസിന് പറയുന്നിടത്തോളം കഥകൾ പറയാൻ ഒരു അപ്പനും അമ്മയ്ക്കോ പറ്റില്ല. കഥകൾ അറിയാമെങ്കിൽ തന്നെ അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് നമ്മൾ ഗ്രാൻഡ് പേരൻസ് കൊടുക്കുന്ന കഥകൾ, ആ ഗ്രാൻഡ് പേരൻസിന് വേണ്ടി കൊച്ചുമക്കൾക്ക് ചെയ്യാൻ ആടാൻ പറ്റുന്നു, പാടാൻ പറ്റുന്നു, അങ്ങനെ അതൊരു ഭയങ്കര സന്തോഷമാണ്. കൊച്ചുമക്കളെ കൊടുത്താൽ മതി, ഇവർ ഭയങ്കര ചാർജ്ഡ് ആയിക്കോളും, അവർ യങ്ങാകും. കുറച്ചും കൂടെ ഞാനൊക്കെ യങ്ങായിട്ടിരിക്കുന്നത് അങ്ങനെ, കൊച്ചുമക്കളൂടെ കളിക്കുമ്പോഴാണ് സാറ്റ് കളിക്കാം, എന്തെല്ലാം കളികൾ കളിക്കാം. അപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ യങ് ആകാനായിട്ട് നമുക്ക് പറ്റുന്നത്. പക്ഷെ അതിന് ചില മരുമക്കൾ അനുവദിക്കില്ല, ചില മക്കൾ അനുവദിക്കത്തില്ല. കാരണം ചിലപ്പോൾ പ്രായമായൊരു വാരി കൊടുക്കുന്ന ആഹാരങ്ങൾ അത് ചിലപ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇവരുടെ കൈയൊക്കെ കൊണ്ട് വരച്ചൊക്കെ കൊടുക്കുന്ന കാണുമ്പോൾ, അപ്പോൾ അത് മക്കള് ചെയ്യുന്ന വലിയ തെറ്റാണ്. മാതാപിതാക്കൾക്കൊരു സ്ഥാനം കൊടുക്കുക. പണ്ടത്തെ നമ്മുടെ വീടുകളിൽ അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. പണ്ടത്തെ നമ്മുടെ വീട്ടിലെ ഒരു കസേര ഉണ്ടായിരുന്നു, ഒരു ചാരു കസേര ഉണ്ടായിരുന്നു, അവർക്ക് ഉണ്ണാനിരിക്കാൻ ഒരു കസേര ഉണ്ടായിരുന്നു, അവർ കിടക്കുന്ന കട്ടിൽ, അതിൽ തൊടാൻ പോലും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മക്കളെ അനുവദിച്ചിരുന്നില്ല. ആ കസേര പോലും കാണുമ്പോൾ നമുക്കൊരു ഭയം, ബഹുമാനം ഉണ്ടായിരുന്നു. അത് ആ മുതിർന്ന തലമുറയോടുള്ള ഒരു ബഹുമാനമായിരുന്നു.
ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്ന് കൊച്ചുങ്ങൾക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട കസേര. ഏറ്റവും പ്രധാനപ്പെട്ട കസേരയിൽ ഇരിക്കുന്ന പിള്ളേരാണ്. ആ പിള്ളേരുടെ ഇഷ്ടങ്ങളാണ് നോക്കുന്നത്, അപ്പൻ്റെ അമ്മയുടെ ഇഷ്ടങ്ങളല്ല നോക്കുന്നത്. ഒരു കൊച്ചിനെ അങ്ങനെ രാജാവാക്കി വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവൻ്റെ സ്ഥാനം അവന് വലിയൊരു സ്ഥാനമാണ്. അപ്പം അത് പിള്ളേർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു മണ്ടത്തരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വല്യപ്പച്ചനും വല്യമ്മച്ചി ഇരിക്കുന്ന കസേരയെ ബഹുമാനിക്കുമ്പോൾ ആ വല്യപ്പച്ചനെയും വല്യമ്മച്ചയും ബഹുമാനിക്കുക. പിന്നെ പണ്ടത്തെ നമ്മുടെ പ്രാർത്ഥനാ രീതികളിൽ പ്രായം ചെന്നവരാണ് ആദ്യമേ തന്നെ എല്ലാവരെയും വിളിക്കുന്നത്, പ്രാർത്ഥിക്കാനായി വിളിക്കുന്നത്. ഇപ്പോൾ പ്രായം ചെന്നവർ തന്നെ ഏതെങ്കിലും മുറി കയറി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, മക്കളെല്ലാവരും TV കാണുന്നു അല്ലെങ്കിൽ സീരിയൽ കാണുന്നു. ആ ഒരവസ്ഥയാണ്. ഒരിക്കൽ ഞാനൊരു പള്ളിയിൽ പ്രസംഗിക്കാനായിട്ട്, ആലപ്പുഴ ജില്ലയിലെ ഒരു വലിയ പ്രശസ്തമായൊരു പള്ളിയാണ്. അപ്പോൾ അവിടെ വലിയൊരു മീറ്റിങ്ങിൽ രാത്രിയിൽ എനിക്ക് പ്രസംഗിക്കണം. പ്രസംഗം കഴിഞ്ഞ് എനിക്ക് തിരിച്ചു പോരാൻ അന്ന് പറ്റുന്നില്ല. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു വീട്ടിൽ ഉറങ്ങാനായിട്ട്, ഈ ഒരു പള്ളിയിൽ അച്ഛൻ സൗകര്യമുണ്ട്, ഒരു വീട്ടിലാണ്, അർത്തുങ്കൽ പള്ളിയിലാണ്. അപ്പോൾ ഒരു വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ 6-7 മക്കളുണ്ട്, അപ്പച്ചനുണ്ട്. അപ്പം ഞാൻ ഉറങ്ങി വെളുപ്പിന് 5 മണിയായപ്പോൾ എൻ്റെ മുറിയിൽ ഒരു കൊട്ട് കേട്ട് ഞാൻ എഴുന്നേറ്റ്. അപ്പോൾ അവിടുത്തെ ഒരു കൊച്ചെന്നെ വന്ന് പറഞ്ഞു, അപ്പച്ചൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ വരാൻ. 5 മണിയായി. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് മുഖമെല്ലാം കഴുകി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ എല്ലാവരും മുട്ടേ നിൽപ്പുണ്ട്. ഈ പ്രഗത്ഭരായ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും ഉണ്ട്. ഇവർ കൊന്തയെല്ലാം ചൊല്ലി, ഞാനും ചൊല്ലി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് സ്തുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ഇതെൻ്റെ ഒരു വേലയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിരിച്ചു. അന്നേരം എന്നോട് പറഞ്ഞു, അതെ ഇവന്മാർക്കെല്ലാം നല്ല ജോലിയാണ്, രാത്രിയിലെ ഓരോത്തിനും ഓരോ സമയത്താണ് വരുന്നത്. ഒരുത്തിക്ക് 6:30 ബസ്, ഒരുത്തിക്ക് 7:30 ബസ്, ഒരുത്തൻ 10 മണിക്കാണ് വരുന്നത്. വെളുപ്പിനെ ഇവന്മാർ ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ ഞാൻ ഗേറ്റ് തുറക്കണമല്ലോ, അതിനു മുമ്പ് ഞാൻ പ്രാർത്ഥിപ്പിച്ചിട്ട് വിടുന്ന ഒരു രീതി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അപ്പച്ചൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പച്ചൻ എന്നോട് പറഞ്ഞു, എനിക്കത് ഭയങ്കര സന്തോഷമാണ്. വൈകിട്ട് പറയുമ്പം അപ്പച്ചനും അമ്മച്ചിയും പ്രാർത്ഥിച്ചു, അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം വരുന്ന സമയത്ത് അവനവൻ്റെ മുറിയിൽ കയറി പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ ഒരു രീതിയേക്കാൾ അപ്പച്ചൻ കണ്ടുപിടിച്ച പണി ഇതൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി. പക്ഷെ അപ്പച്ചനെ അനുസരിക്കുന്നു അവർ. അതാണ് അതിനകത്ത്. ഇപ്പം ഞാൻ പറയും, ചെറുപ്പത്തിൽ ഞാനൊക്കെ ഉണർന്നത് വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും മുറിയിൽ നിന്നും ഉണർന്നിരുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങൾ കേട്ടാൽ. അവരുടെ പ്രാർത്ഥനയായിരുന്നു നമ്മുടെ അലാറം എന്ന് പറയുന്നത്. ഇപ്പം നമുക്കങ്ങനെ ഇല്ല. അത് വല്യപ്പച്ചനും വല്യമ്മച്ചും ഉണ്ടേ തന്നെ അവർ പ്രാർത്ഥിക്കുന്നില്ല, അതൊരു കാര്യം. വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇനി അത് വൈകുന്നേരങ്ങളിലാണെങ്കിൽ പോലും ഇവരുടെ കയ്യിൽ റിമോട്ടായിരിക്കുന്നു. പ്രായം ചെന്ന അപ്പച്ചനും അമ്മച്ചിയുടെയും കയ്യിൽ റിമോട്ടായിരിക്കും. അവരാ ഏകാന്തത മാറ്റാൻ വേണ്ടി. അതെ, അതൊരു വലിയ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ മുതിർന്ന തലമുറയോട് പറയുന്നത്, മക്കൾക്ക് വേണ്ടി ചെയ്തു വെക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അവരുടെ മക്കളോടുള്ള സമീപനം, അവരുടെ സ്നേഹം, അതവർക്ക് കൊടുക്കുക. പിന്നെ കൂടെ കഷ്ടപ്പാടിൻ്റെ കഥകൾ പറയാതിരിക്കുക. അത് ഞാൻ മുതിർന്ന തലമുറയോട്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാന്ന് പറയണ്ട. കാരണം ഇത് തലമുറകളായിട്ട് അങ്ങനെയാണല്ലോ. ആ പണ്ടത്തെ കഷ്ടപ്പാടുകൾ ഇന്നത്തെ ആൾക്കാർക്കില്ല. നെല്ല് പുഴുങ്ങിയാണെങ്കിൽ കഞ്ഞിയാക്കണ്ട, അരി ഇടിച്ചു പൊടിച്ച് പലഹാരം ഉണ്ടാക്കണ്ട, മുളക് ഇടിച്ചു പൊടിച്ച് വറുത്ത് പൊടിച്ച് കറിക്ക് അരയ്ക്കണ്ട. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിൽ പോയി നമ്മൾ പെറുക്കിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കഷ്ടപ്പാട് ആ രീതിയിലല്ല, വേറൊരു രീതിയിലാണ്. അപ്പച്ചനോടും അമ്മച്ചോടും ഞാൻ പറയുന്നത്, അതുപോലെ കണക്ക് പറയാതിരിക്കുക. നിന്നെ 10 മാസം ചുമന്ന് പെറ്റതാണെന്നുള്ള ഒരു കണക്ക് മിക്ക തള്ളമാരും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതെ, അതെന്താ അറ്റാച്ച്മെന്റിന് വേണ്ടി പറയുന്നതായിരിക്കും. മക്കളോടുള്ള അറ്റാച്ച്മെന്റ് അതിലാണല്ലോ, ഈ പൊക്കിൾക്കൊടിയിലാണല്ലോ ഇരിക്കുന്നത്, അതിനു വേണ്ടി പറയുന്നത്. പക്ഷെ ഞാൻ മക്കളോട് പറയുന്ന ഒരു കാര്യം, മുതിർന്ന തലമുറയുടെ കഷ്ടപ്പാടുകൾ നമ്മൾ മനസ്സിലാക്കണം. അവർ കറക്റ്റായിട്ട് ചെലവിടുന്നുണ്ട്, നമ്മളത് വരവ് വെച്ചാൽ മതി. സമ്മതിച്ചു, അമ്മ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല മക്കൾ ധാരാളം ഉണ്ട് കേട്ടോ, എല്ലാവരും അങ്ങനെയൊന്നുമല്ല. ഈ മുതിർന്ന തലമുറയെ നന്നായിട്ട് നോക്കുന്ന എത്രയോ മക്കളെ എനിക്കറിയാം. ജോലി രാജിവെച്ച് വന്ന് മാതാപിതാക്കളെ നോക്കുന്നവരെ എനിക്കറിയാം. മക്കൾ ഷിഫ്റ്റായിട്ട് അവധിയെടുത്ത് നോക്കുന്നവരെ എനിക്കറിയാം. പിന്നെ ഒത്തിരി അസുഖമായിട്ട് കിടക്കുന്നവരെ മക്കൾ ഷിഫ്റ്റ് വെച്ചിട്ട് നോക്കുന്നത് എനിക്കറിയാം. ഇതൊക്കെ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനൊരു ബന്ധം വേണം, ഒരു ഹൃദയ ഐക്യം വേണം. ആ ഹൃദയ ഐക്യം നഷ്ടപ്പെടുത്തരുത്. മക്കളെ തമ്മിൽ ഒരേപോലെ സ്നേഹിക്കുകയും ഒരേപോലെ പരിഗണിക്കുകയും ചെയ്യാത്ത മാതാപിതാക്കൾ ഒത്തിരി വേദനിക്കേണ്ടി വരും. അതുപോലെ മക്കൾ മാതാപിതാക്കളെ നോക്കാത്തത് മാത്രമല്ല, ഈ മാതാപിതാക്കളുടെ കൊണ്ട് ചില സ്വഭാവത്തിന് ഉദാഹരണം ഒരു കത്ത് വന്നിട്ടുണ്ട്. എൻ്റെ പേര് രേണു, ഞങ്ങൾ 2 പെൺകുട്ടികളാണ്, ഭർത്താവും കുട്ടികളുമായി കഴിയുന്നു. പപ്പയുടെ മരണശേഷം അമ്മ ഒറ്റയ്ക്ക് കഴിയുന്നു. ഞങ്ങളുടെ 2 പേരുടെ കൂടെ നിൽക്കാനും അമ്മ തയ്യാറല്ല. ഭർത്താവിനെയും മക്കളെയും വിട്ടിട്ട് അമ്മയുടെ കൂടെ നിൽക്കാനും ഞങ്ങൾക്കാവില്ല. ഇത്തരം പിടിവാശിയുള്ള അമ്മമാരെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നാണ് കത്തിൻ്റെ. രേണുവിനോട് എനിക്ക് പറയാനുള്ളത്, ഭർത്താവും കുഞ്ഞുങ്ങളും നോക്കണം. അത് രേണുവിൻ്റെ അല്ലെങ്കിൽ രേണുവിൻ്റെ അനിയത്തിയോ ചേച്ചിയോ ആരാണോ സഹോദരിയുടെ ഉത്തരവാദിത്തം. പക്ഷെ അവിടെ ഈ ഇത്തരം അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ഇത്രയും പിടിവാശി പറ്റത്തില്ല. കാരണം നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, അവർക്ക് കുറച്ച് സമാധാനം സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ കൂടെ നിൽക്കണമെങ്കിൽ പോകണം, കൊച്ചുമക്കളുമായിട്ട് നിൽക്കണം.
അതിന് അമ്മമാർ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ഇത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് 2 പെമ്മക്കളാണ്, അഭിമാനത്തിൻ്റെ പ്രശ്നം കാണും. പെണ്ണിൻ്റെ വീട്ടിൽ പോയി നിന്നാൽ എൻ്റെ എന്തോ ഒരു എനിക്കൊരു വിലക്കുറവ്, ഞാൻ നിൽക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിൽ. അല്ലെ ആമക്കളില്ലാത്ത അമ്മമാരുടെ ഒരു പിടിവാശി, എന്തോ ഒരു നാണക്കേട്. നമ്മുടെ ഒരു കൾച്ചർ അങ്ങനെയാണല്ലോ, ആമക്കളുടെ കൂടെ അമ്മമാർ കഴിയണമെന്ന്, അല്ലെ മാതാപിതാക്കൾ കഴിയണമെന്ന്, ആ വാശിയുള്ള അമ്മയായിരിക്കണം. അതുകൊണ്ട് ഇത്തരം ഈഗോ ഒന്നും വേണ്ടെന്നാണ് എനിക്ക് അമ്മമാരോട് പറയാനുള്ളൊരു കാര്യം. മക്കളുടെ സൗകര്യാർത്ഥം അവർക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്നെങ്കിൽ അവരുടെ കൂടെ പോയി നിന്ന് കൊച്ചുമക്കളെയൊക്കെ വളർത്തി അവരെയൊക്കെ ലാളിച്ച് പിന്നെ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുന്നു മക്കൾക്ക് വേണ്ടി, അങ്ങനെ നല്ല അമ്മമാരായിട്ട് മാറാൻ ഇതുപോലെയുള്ള അമ്മമാർ മനസ്സ് വെച്ചാൽ ഈ പിടിവാശിയൊക്കെ കളഞ്ഞ് മക്കൾക്കത് സന്തോഷമാകും. അവരമ്മയെ നോക്കി എന്ന് അവർക്കും തോന്നും. നാട്ടുകാരല്ലെങ്കിൽ അമ്മയെ നോക്കാത്തവൾ എന്നുള്ള പരാതി പറയത്തുമില്ല. നമ്മൾ നമ്മുടെ കുരിശ് വര പായൊക്കെ ഇട്ട് എല്ലാവരും നിലത്തിരുന്ന് കുരിശ് വരച്ചു കഴിഞ്ഞ് നമ്മൾ സ്തുതി കൊടുത്ത് ഉമ്മ കൊടുക്കുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം നമ്മുടെ വീട്ടിൽ ഇത് നടക്കുന്നുണ്ട്. അതുപോലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക, സ്തുതി കൊടുത്തിട്ട് ഇറങ്ങുക. ആ സ്തുതി എന്ന് പറയുന്നത് കൊണ്ട് നമ്മളൊരു കോംപ്രമൈസാണ് ഉദ്ദേശിക്കുന്നത്. മരുമോൾ അമ്മായിയമ്മയ്ക്ക് സ്തുതി കൊടുക്കുമ്പോൾ, അമ്മായിയപ്പന് സ്തുതി കൊടുക്കുമ്പോൾ, അല്ലെ കൈ പിടിച്ചൊന്ന് മുത്തുമ്പോൾ, അല്ലെ കെട്ടിപ്പിടിച്ച് കവിളിലൊന്ന് മുത്തുമ്പോൾ അന്നത്തെ ദിവസത്തെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു, ഞാനും നീയും തമ്മിൽ സ്നേഹത്തിലാകുന്നു എന്നതിൻ്റെ ഒരു ചുംബനം, ഒരു കൂട്ടായ്മ. പക്ഷെ അതൊന്നും ഇല്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് നല്ല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളെ ചെറുപ്പം മുതലേ മുതിർന്ന തലമുറയെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പരിശീലിപ്പിക്കുക, അതാണ് ചെയ്യുന്നത്. വല്യപ്പൻ്റെയും വല്യമ്മയുടെയും കൂടെ പിള്ളേർ അവധിക്കാലം ഒന്ന് ചെലവഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ വല്യപ്പനും വല്യമ്മയും ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളെ ഒന്ന് അംഗീകരിക്കാൻ മക്കൾ തയ്യാറാകണം. മക്കളെ പഴപ്പിച്ച് കളയും, കൊഞ്ചിച്ച് കളയും, അങ്ങനെയൊന്നും പറയാതെ ആ മാതാപിതാക്കളുടെ സന്തോഷം. ചിലപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില അപ്പന്മാരുണ്ട്, വല്യമ്മയുടെയും വല്യപ്പൻ്റെയും കൂടെ ഒന്നും വിടത്തില്ല. കാരണം അവർക്ക് മാനേഴ്സ് അറിയില്ല, അവർക്ക് ടേബിൾ മാനേഴ്സ് ഇല്ല, ഇവർക്ക് മാത്രമേ ഇതൊക്കെ ഉള്ളൂ. ഈ പാർട്ടി എവിടെ നിന്നാണ് പഠിച്ചത്? ഈ അമ്മ പഠിപ്പിച്ചതാ, ഈ അമ്മ പഠിപ്പിച്ചതല്ലേ ഈ അപ്പൻ പഠിപ്പിച്ചതാ. അപ്പോൾ അതുകൊണ്ട് മുതിർന്ന തലമുറയും ചെറിയ തലമുറയും തമ്മിലുള്ള ക്ലാഷസ് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് വിദ്യാഭ്യാസം കൂടുന്തോറും സാമ്പത്തിക ഭദ്രത കൂടുന്തോറും അതിൻ്റെ സ്ഥിതി വേറൊരു രീതിയിലാകുന്നു. അവിടെയാണ് പ്രശ്നം. പിള്ളേരുടെ എണ്ണം കുറച്ചപ്പോൾ സമാധാനം ഉണ്ടാവും നമ്മൾ വിചാരിച്ചു, സമാധാനം ഉണ്ടായില്ല. പിള്ളേർ നന്നായി പഠിച്ച് ജോലി കിട്ടുമ്പോൾ സമാധാനം ഉണ്ടാവും നമ്മൾ വിചാരിച്ചു, സമാധാനം ഉണ്ടായില്ല. കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. കൂടുതൽ പഠിപ്പിച്ചു, കൂടുതൽ പൈസ ഉണ്ടാക്കും തോറും അവർ മാതാപിതാക്കളെ തഴയുകയാണ്. പിന്നെ മാതാപിതാക്കളെ പ്രസൻറ്റബിൾ അല്ലെന്നാണ് പറയുന്നത്. എനിക്ക് വന്നൊരു കേസാണ്, ഒരു ആത്മഹത്യ നടന്ന ഒരു വീടാണ്. അപ്പോൾ അതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പന് ഒരു ഇച്ചിരി അസുഖങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു, ഒത്തിരിയേറെ പ്രസൻറ്റബിൾ അല്ല ഒട്ടും, പാർക്കിൻസൺ പല രോഗങ്ങൾ. അപ്പോൾ ഈ മകൻ്റെ ഒരു വെഡിങ് ആനിവേഴ്സറി എന്തോ ഒരു വിശേഷം ബർത്ത്ഡേയോ എന്തോ വരികയാണ്. വലിയൊരു ഹോട്ടലിൽ വലിയ പാർട്ടി അവൻ അറേഞ്ച് ചെയ്യുന്നു, അവൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ച്. അപ്പോൾ അപ്പൻ ഇച്ചിരി വെള്ളമൊക്കെ അടിക്കുക, അസുഖമായതിന് ഇച്ചിരി കള്ളമൊക്കെ കുടിക്കും. അപ്പോൾ ഇവൻ പറയുന്നു അപ്പനോട്, വീട്ടിലേക്ക് ഞാൻ സാധനം തരാം, അപ്പൻ ഹോട്ടലിലേക്ക് പോരണ്ട, അപ്പൻ ഹോട്ടലിലേക്ക് പോരണ്ട, ഞാൻ വീട്ടിലേക്ക് അപ്പനുള്ളതിലെത്തിക്കാം. അപ്പോൾ അമ്മ വന്നിട്ട് നല്ല സാരിയൊക്കെ ഉടുത്ത് അമ്മ മക്കളുടെ കൂടെ പോയി. അപ്പൻ്റെ ഈ ഒറ്റപ്പെടൽ, അപ്പോൾ അവിടെ അയാൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയും അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് കൗൺസിലിങ്ങിന് വന്നതാണ്. അതിനകത്ത് ആ അപ്പൻ എന്തുമാത്രം വേദന, എത്ര അന്ന് നമ്മൾ വിദേശികളെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറയും. എത്ര പ്രായമായാലും ഉണ്ടല്ലോ, നമ്മളെപ്പോഴും പറയാം അവിടെ കുടുംബ ബന്ധങ്ങളില്ലെന്ന്. പക്ഷെ ഞാൻ നല്ല ബന്ധങ്ങളെ അവിടെ കാണുന്നത് ഈ പ്രായമായവരെ അവരിങ്ങനെ ഉന്തുവണ്ടിയല്ലോ, എനിക്കറിയില്ല സ്ട്രക്ചറല്ലോ, എന്നത്തെ വേണേൽ കൊണ്ടുവരും ഈ മോളുകളിൽ അല്ലെങ്കിൽ പാർക്കുകളിൽ ഷോപ്പിങ്ങിന്. എന്ത് രസമായിട്ട് ഒരുങ്ങി ഭംഗിയായിട്ടാണ് വരുന്നത്. അവരെ കൊണ്ട് നടക്കും, മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇവരെ കൊണ്ട് വരുന്നത് കണ്ടാലും നമുക്ക് അത്ഭുതം തോന്നും. നമ്മുടെ ഇവിടെ നേരെ തിരിച്ചാണ്, അവരെ വീടിനകത്തിട്ട് കതക് പുറത്തുനിന്ന് പൂട്ടി പോരുകയാണ്, കഴിക്കാനുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്, വേണേൽ കഴിച്ചേച്ച് കിടന്നോണം. ആ ഒരവസ്ഥ മാറണം. വല്ലപ്പോഴും അവരെയും കൊണ്ടൊന്ന് പുറത്ത് പോകാൻ, ഒരു നല്ല ഔട്ടിങ് കൊടുക്കാൻ, അതൊക്കെ സാധിക്കും, മക്കൾക്ക് സാധിക്കും. മക്കളോട് ഞാൻ പറയുന്നത്, ജോലി പൈസ മാത്രം നോക്കാതെ നമ്മളെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി കുറച്ച് സമയം, കുറച്ച് പൈസ, കുറച്ച് ദിവസങ്ങൾ ഒക്കെ ഒരവധിക്കാലം, നല്ല ഒരു അവധിക്കാലം മാറ്റിവെക്കുക. അവർ കാത്തിരിക്കട്ടെ, നമ്മളെ കാത്തിരിക്കട്ടെ. പിന്നെ എല്ലാ ദിവസവും കുറച്ച് സമയം അവർക്കായിട്ട് സമയം കൊടുക്കുക, ഇത്തിരി നേരം സംസാരിക്കാൻ, എന്തു ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് വേണം, അവർക്ക് എന്ത് വേണം, അതിനുവേണ്ടി സമയം മാറ്റിവെക്കാൻ പുതിയ തലമുറ തയ്യാറാവുക. പിന്നെ വല്യപ്പനോടും വല്യമ്മയോടും ഞാൻ പറഞ്ഞ വാശിയൊന്നും വേണ്ട. ചിലരുണ്ട് പ്രായമായാലും സ്വത്ത് മക്കൾക്ക് കൊടുക്കില്ല, ചത്താലും കൊടുക്കത്തില്ല, അങ്ങനെയുണ്ട് കുഴപ്പം. അപ്പോൾ മക്കൾക്ക് കല്യാണം കഴിക്കേണ്ട പ്രായത്തിൽ കല്യാണം കഴിപ്പിക്കണം, വേറെ മാറ്റേണ്ട പ്രായത്തിൽ വേറെ മാറ്റണം.
അവരുടെ ഉത്തരവാദിത്വം അതൊക്കെ. അതെല്ലാം കൂടെ കെട്ടിപ്പിടിച്ച് വെച്ചോണ്ട് മക്കൾക്കൊന്നും കൊടുക്കാതെ വെച്ചിട്ട് ഒരു കാര്യമില്ല. ചില അമ്മമാർക്ക് പെമ്മക്കളോട് ഭയങ്കര ഇഷ്ടമാണ്. ആ മക്കൾക്ക് സ്വത്തൊന്നും കൊടുക്കത്തില്ല. വീട്ടിലുള്ള ലൊട്ടിലൊടുക്ക് സാധനം വരെ പെമ്മക്കളുടെ വീട്ടിലേക്ക് കടത്തും. ഉരുളി, മൊന്ത, ചെമ്പ് എന്നൊക്കെ ഉണ്ടോ. അത് പിന്നെ ഈ ആമക്കൾക്ക് വാശിയാണ്. ഈ അമ്മയെ അവർ നോക്കുന്നില്ലെങ്കിൽ അമ്മയുടെ കയ്യിലിരിപ്പിൻ്റെ കുഴപ്പമുണ്ടത്. കാരണം ഇതെല്ലാം പൊതിഞ്ഞിട്ട് പെമ്മക്കൾക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മക്കളെ ഈക്വലായിട്ട് കാണണം. 4 പേരുണ്ട്, 4 പേരെ ഒരേപോലെ കാണണം. ആണിനും പെണ്ണിനെ ഒരേപോലെ കാണണം. അല്ല അമ്മമാർക്ക് അപ്പന്മാർക്ക് പെമ്മക്കളോട് കൂടുതൽ സ്നേഹവും ആമക്കളോട് കുറച്ച് സ്നേഹവും അത് പാടില്ല. എല്ലാവരെയും ഈക്വലായിട്ട് കാണുകയാണെങ്കിൽ, എല്ലാവർക്കും ഈക്വലായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ സ്വത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സുബോധത്തോടെ ഇരിക്കും. ചാവറക്കുറിയാക്കോസ് ഏലിയാസച്ചൻ ഈ ചാവറിനകത്ത് എഴുതിയിട്ടുണ്ട്, സുബോധത്തോടെ ഇരിക്കുമ്പോൾ മക്കൾക്കായിട്ട് സ്വത്ത് വിഭജിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ മരണശേഷം മക്കൾ തമ്മിൽ അടിയുണ്ടാവും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ സുബോധത്തോടെ ഇരിക്കുമ്പോൾ കൊടുക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ ഒരിക്കലും മക്കൾക്ക് ഭാരമാവാതിരിക്കണം. അതുകൊണ്ട് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആ സ്നേഹം, ആ ബന്ധം ചെറുപ്പം മുതലേ മാതാപിതാക്കൾ മക്കളെ പറഞ്ഞു മനസ്സിലാക്കണം. മക്കളുടെ മനസ്സാകുന്ന ശ്രീകോവിലിൽ അവർ നമ്മളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ചകഞ്ഞ് നോക്കിയാലും കുഴപ്പമില്ല. അങ്ങനെ ബന്ധത്തെ കൂടുതൽ ഊഷ്മളങ്ങളാക്കിയാൽ ഇതൊരു വലിയ പ്രശ്നമായി മാറാതെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുമെന്ന വിശ്വാസമുണ്ട് എനിക്ക്. നല്ല മക്കളും നല്ല മാതാപിതാക്കളും നമ്മളൊക്കെ തന്നെയാണ്. ഒരു കാലത്ത് നമ്മൾ മാതാപിതാക്കളാകുന്നു, ഒരു സമയത്ത് നമ്മൾ മക്കളാകുന്നു, ഒരു സമയത്ത് നമ്മൾ വല്യപ്പനും വല്യമ്മയാകുന്നു. അത് ജീവിതത്തിൻ്റെ ഓട്ടത്തിനിടയിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് ഈ ഓരോ റോളുകളിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് നാളെ നമ്മൾ ഇതൊക്കെ ആകും എന്ന് ഈ മക്കൾ ഓർത്തിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിതിനെ ഓർത്ത് വിഷമിക്കേണ്ടി വരത്തില്ല. നമ്മുടെ യുവതലമുറയിൽ നമുക്ക് കൂടുതൽ നന്മകൾ പ്രതീക്ഷിക്കാം. നന്മ നിറഞ്ഞ മക്കളായി നമുക്കതിനൊരു തിരിച്ചുപോക്ക്, നമ്മുടെ പഴയ കുടുംബങ്ങളിലുണ്ടായിരുന്ന ആ കെട്ടുറപ്പ്, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് ഭക്ഷിക്കാം, ഒരുമിച്ച് കളിക്കാം, ഒരുമിച്ച് ചിരിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇതൊന്നും ഇല്ല. അവനവൻ പാക്ക് ചെയ്ത് ഒന്നുകിൽ ഊട്ടിക്കോ കൊടൈക്കനാലിനൊക്കെ പോകുക, അപ്പനും അമ്മയും തന്നെ വീട്ടിലിരിക്കുക ഒരോണം വന്നാൽ. അതേസമയം മക്കളെല്ലാവരും കൂടെ ഞാൻ ഇന്ന കറി ഉണ്ടാക്കിയേക്കാം, ഞാൻ തീയലുണ്ടാക്കിയേക്കാം, അമ്മ അവിയലുണ്ടാക്കും, അത് എല്ലാവരോടും പൊതിഞ്ഞേട്ടി കൊണ്ടുവന്നു ഒരു വീട്ടിൽ ആഘോഷിച്ചു. എത്ര രസകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് അങ്ങനെ നല്ല കുടുംബങ്ങൾ ആയി മാറിയാൽ മക്കൾക്കതൊക്കെ ഒരു പ്രചോദനമാകും. ആ പ്രചോദനമാണ് മക്കൾക്ക് കൊടുക്കാൻ മുതിർന്ന തലമുറ ശ്രമിക്കേണ്ടത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃതമായി കാണേണ്ടത് ജീവനും ജീവിതവും സമർപ്പിച്ച മാതാപിതാക്കളെയാണ്. അവരുടെ കണ്ണീര് വീഴാത്ത ജീവിതം അനുഗ്രഹീതമായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. ഇനി മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.